ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് മധുരക്കിഴങ്ങ് വെച്ചിട്ടൊരു പൂരി പൊരിച്ചെടുത്താലോ. അപ്പോൾ ഇതിന് സ്വീറ്റ് പൊട്ടാറ്റോ എന്നൊക്കെ പറയും. അത് നമുക്കൊന്ന് ഈ കുക്കറിലിട്ടിട്ട് വേവിപ്പിച്ചെടുക്കാം. ഇത് തോല് കളയാണ്ട് വേവിപ്പിക്കലാണത്. വെന്തതിൻ്റെ ശേഷം തോല് കളയലാണില്ല. അതേപോലെ പീസാക്കിയിട്ട് ഇനി ഇത് വെറുതെ പുഴുങ്ങി കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിത് കുറച്ച് പൂരി പൊരിക്കാനും എടുക്കാം, കുറച്ച് വെറുതെ പുഴുങ്ങി കഴിക്കാനും എടുക്കാം. അത് കുറച്ച് ജാസ്തി ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ പീസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഇട്ടെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് അടുത്ത ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഒരു മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അങ്ങനെ മാഷ് ചെയ്തെടുത്താൽ മതി. തീരെ കട്ടയില്ലാണ്ട് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പരത്തുമ്പോൾ കിട്ടൂല. അതുപോലെ നന്നായി മാഷ് ചെയ്തെടുക്കുക. നന്നായി മാഷ് ചെയ്യണം. മാഷറാകുമ്പോൾ ശരിക്കും നന്നായി കിട്ടും. കൈ കൊണ്ടാകുമ്പോൾ മിക്സിയിലിടരുത്. നന്നായി മാഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 കപ്പ് ഗോതമ്പത്തിൻ്റെ പൊടി എടുക്കാം. ഉപ്പ്, കുറച്ച് നിലക്കടല വറുത്ത് നന്നായി പൊടിക്കണേ. വറുക്കണമെന്നില്ല, നന്നായി പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായി അരിഞ്ഞെടുത്ത മല്ലിച്ചപ്പാണ്. ഇനി കുറേശ്ശെ വെള്ളം കുടഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം നോക്കിയിട്ട് കുടഞ്ഞെടുക്കാം. കാരണം എന്താ വെച്ചാൽ അതിൽ ഈ ഇപ്പോൾ മറ്റേ മധുരക്കിഴങ്ങുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ടേ എടുക്കാവുള്ളൂ. അത് പിന്നെ നമുക്ക് പരത്തിയാൽ കിട്ടില്ല. ഇച്ചിരി കൂടി വെള്ളം കുടഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം കുടഞ്ഞ് കുഴച്ചെടുത്താൽ മതി. വെള്ളം നോക്കിയിട്ട് കുടഞ്ഞിട്ട് കുഴച്ച് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പരത്താം. അധികം അങ്ങനെ അമർത്തി പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ പുഷ് ചെയ്യില്ല. ഇങ്ങനെ ചെറുതാക്കി വെച്ചിട്ട് അങ്ങനെ പരത്തി. എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി വേണമെങ്കിൽ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കട്ടെ. മാവ് കുറച്ചുകൂടി കൂടുതൽ എടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാം. പൂരി കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇതൊരുപാട് ഗുണങ്ങളുണ്ട് എന്നല്ലേ പറയുന്ന ഈ മധുരക്കിഴങ്ങിന് നല്ലതാണെന്നൊക്കെ പറയും. അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അതേമാതിരി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പൂരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ രീതിക്ക് നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം. ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ ഇതുണ്ടോ, ഇതേപോലത്തെ ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടിയതാണ്. ഇത് വെച്ചെടുത്താൽ തീരെ പുറത്തേക്ക് പോകില്ല. ഫാനൊക്കെ ഇട്ട് വെച്ചാലും പാളുമില്ല, ഒന്നുമില്ല. വെക്കാം. നമുക്ക് വാതിലൊക്കെ തുറന്ന് വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാം. കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ എല്ലാം പൊരിച്ച് വെക്കാം. ഇതിൻ്റെ ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ചപ്പാത്തിയും ചൂടുന്നുണ്ട്. പൂരി കഴിക്കാത്തവർക്കൊക്കെ ഈ രീതിക്ക് നമുക്ക് എല്ലാ പൂരിയും പൊരിച്ചെടുക്കാം.
നമുക്കിതുപോലെ ചപ്പാത്തിയും ചുട്ടെടുക്കാം. നല്ല ചപ്പാത്തി ആയിരിക്കും. പൂരി കഴിക്കാത്തവർക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് പൂരി ഉണ്ടാക്കി വയ്ക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല പൂരി കിട്ടും. നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ചപ്പാത്തിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ചപ്പാത്തി ഇതാ നല്ല സോഫ്റ്റ് ചപ്പാത്തി, പൂരിനേക്കാണ് സോഫ്റ്റ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ.